ഇന്ന് നമ്മൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദി പ്രകടിപ്പിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. നമ്മൾ ഈ പ്രപഞ്ചത്തിനോട്, ദൈവത്തിനോട്, സർവശക്തനായ ദൈവത്തിനോട് നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഈ പ്രപഞ്ച നിയമമാണ്. അതിനൊരു ഉദാഹരണമെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് വ്യക്തികളെ കാണുന്നു. നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഈ രണ്ട് വ്യക്തികൾക്കും തുല്യമായി നമ്മൾ ആ പണം വീതിച്ച് നൽകുന്നു. പിന്നീട് കാണുമ്പോൾ അതിൽ ഒരു വ്യക്തി നമ്മളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയും മറ്റേ വ്യക്തി നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു. അപ്പം നമുക്ക് ആരോടായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നുക? നമ്മൾ ആ പൈസ കൊടുത്ത് നമ്മളോട് കുറച്ച് സ്നേഹം കാണിച്ച വ്യക്തിയോടായിരിക്കത്തില്ലേ നമുക്ക് കൂടുതലും ഒരു ആകർഷണം തോന്നുക? അപ്പം നമുക്ക് അവർക്ക് വീണ്ടും കൊടുക്കാൻ തോന്നും. നമ്മളെ തിരസ്കരിച്ചു പോയ ആ വ്യക്തിയെ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയുള്ളൂ ദൈവം നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം നമ്മൾ നന്ദി പറയണം. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിൽ നിന്ന് നമുക്ക് എണീറ്റ് നിൽക്കാനൊരു അവസരമുണ്ടല്ലോ, അതിന് പോലും നമ്മൾ നന്ദി പറയണം. എത്രയോ മനുഷ്യർ അങ്ങനെയൊരു അനുഗ്രഹത്തിനായി കാത്തു കിടക്കുന്നവരുണ്ട്. എത്രയോ ആൾക്കാർ കണ്ണ് കാണാത്തവരുണ്ട്, ചെവികൾ കേൾക്കാത്തവരുണ്ട്, മണം അറിയാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുള്ളവരില്ലേ. ഇതെല്ലാം നമുക്ക് തന്ന് ദൈവം അനുഗ്രഹിച്ചിട്ടില്ലേ നമ്മളെ ഓരോ മനുഷ്യരെയും. ആ തന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. ഏതൊരു വ്യക്തിയാകട്ടെ, നന്ദി ഇല്ലാത്തവനായിട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നത്, അവർക്ക് ആ ഇല്ലായ്മകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ എത്രത്തോളം കണ്ടെത്തുക, അതാണ് ഒരു മനുഷ്യൻ്റെ വിജയം എന്നുള്ളത്. ഇല്ലായ്മകളെ പൊക്കിപ്പിടിച്ച് എനിക്ക് അതില്ല, എനിക്കിതില്ല, എനിക്ക് ദൈവം അങ്ങനെ തന്നില്ല, ഇങ്ങനെ തന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു നാണയമാണെങ്കിൽ പോലും ആ നാണയത്തിന് നമ്മൾ നന്ദി പറയുക. നമ്മൾ ചെറിയ ചെറിയ രൂപകൾക്കും ചെറിയ ചെറിയ സംഖ്യകൾക്കും നമ്മളുടെ കയ്യിലുള്ള ധനത്തിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു വിശദാംശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ, നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി നമുക്ക് ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു വ്യക്തി ഒരു ദിവസം വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമ്പോൾ നമ്മൾ പറയുന്നു, അയ്യോ അവൻ എന്ത് ഇതായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തന്നത് എന്ന് പറയും. അപ്പം നമ്മളുടെ ആ വീട്ടിലുള്ള വ്യക്തി വിചാരിക്കും, ഈശ്വരൻ ഞാൻ എന്തെല്ലാം ഇവർക്ക് ചെയ്തു കൊടുത്തു, ഇവർക്ക് എന്നോട് ഒരു നന്ദിയുമില്ലല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കി അവരുടെ അതുപോലാണ് നമ്മുടെ കയ്യിലുള്ള ചെറിയ ധനത്തിനെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. ആ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ആ ധനം ഇരട്ടിയാകും. ഇരട്ടിയായി നമുക്ക് കൂടുതൽ കൂടുതൽ വന്നു ചേരും. നന്ദിയുള്ളവന് പ്രപഞ്ചം എല്ലാം ഇഷ്ടം പോലെ നൽകുന്നു. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എത്രത്തോളം എടുത്താലും തീരാത്തത്ര സർവ്വസമ്പൽ സമൃദ്ധികളാണുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, ഏതെല്ലാം മനുഷ്യർ എന്തെല്ലാം ചെയ്താലും ആ സമ്പൽ സമൃദ്ധിക്ക് യാതൊരു കോട്ടവും തട്ടാറില്ല. അതുപോലാണ് നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുക. ഈ പ്രപഞ്ചം നിങ്ങളെ അതിനേക്കാട്ടിൽ കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.